Good morning, all. Today we are discuss about objectives of career planning. First objective, to attract and retain right type of persons in the organization. അതായത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, കരിയർ പ്ലാനിങ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മെയിൻ ലക്ഷ്യങ്ങൾ, ഇങ്ങനെ കരിയർ പ്ലാൻ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് നമ്മുടെ എന്തായി തീരണം എന്നുള്ളതിന് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ലക്ഷ്യങ്ങൾ, ആ പ്ലാൻ ചെയ്യുന്നതിനുള്ള നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് ആണ് ടു അട്രാക്റ്റ് ആൻഡ് റീറ്റെയിൻ റൈറ്റ് ടൈപ്പ് ഓഫ് പേഴ്സൺസ് ഇൻ ദി ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷന് അനുയോജ്യമായ വ്യക്തികൾ അല്ലെങ്കിൽ പേഴ്സൺസിനെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണെന്ത് നമ്മൾ നല്ലൊരു കരിയർ പ്ലാൻ ചെയ്യുന്നത്. കരിയർ നമ്മൾ പ്ലാൻ ചെയ്യുന്നതോറും ഏത് ഓർഗനൈസേഷനാണോ അതോ ഏത് ജോബായിട്ടാണോ നമുക്ക് താല്പര്യമുള്ളത് അവരെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എല്ലാ എബിലിറ്റി സ്കില്ലും നമ്മൾ നേടിയെടുക്കും. അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. Second one is to map out careers of employees suitable to their ability and their willingness to be trained and developed. അതായത് എംപ്ലോയീസ് അവരുടെ എബിലിറ്റിയും അതുപോലെ അവരുടെ വില്ലിനെസ്സും അവർക്കുള്ള താല്പര്യം, ഒരു ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കുള്ള താല്പര്യങ്ങളൊക്കെ അവർക്ക് ട്രെയിൻ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനൊക്കെ നമുക്ക് എന്താണ് ഒരു കരിയർ പ്ലാനിങ് ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കരിയർ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ ഈസ് ടു എൻഷുർ ബെറ്റർ യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഇത് മെയിനായിട്ട് കരിയർ പ്ലാൻ ചെയ്യുന്നത് എന്തിനാണ്, ഹ്യൂമൻ റിസോഴ്സിനെ ബെറ്ററായിട്ട് ഉപയോഗിക്കുക. അതായത് നമുക്കൊക്കെ കരിയർ പ്ലാനിങ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ചിലപ്പോൾ വീട്ടുകാരെ നമ്മുടെ പാരൻസ് പറഞ്ഞു തന്ന കരിയർ വഴിയിലൂടെ കരിയർ പാത്തിലൂടെ സഞ്ചരിക്കാനാവില്ല നമുക്ക് താല്പര്യം. നമ്മുടെ കരിയർ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിനൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെങ്ങനെയാണോ ഹ്യൂമൻ റിസോഴ്സിനെ ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കരിയർ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ടു ഹാവ് എ മോർ സ്റ്റേബിൾ വർക്ക് ഫോഴ്സ്. അതായത് എപ്പോഴും സ്ഥിരമായിട്ടുള്ളൊരു വർക്ക് ഫോഴ്സ് നിലനിർത്താൻ വേണ്ടിയിട്ട്, സ്ഥിരത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കരിയർ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോബ് അല്ലെങ്കിൽ നമ്മുടെ കരിയർ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ അതിലെപ്പോഴും എന്തായിരിക്കും സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റും. നെക്സ്റ്റ് വൺ ടു യൂട്ടിലൈസ് മാനേജീരിയൽ ടാലൻറ്റ്സ് അവൈലബിൾ അറ്റ് ഓൾ ലെവൽസ് ഇൻ ദി ഓർഗനൈസേഷൻ. അതായത് നമ്മുടെ കരിയർ എന്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, മാനേജീരിയൽ ടാലൻറ്റ്സ് അവൈലബിൾ അറ്റ് ഓൾ ലെവൽസ് ഇൻ ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ലെവൽസിലും, അതായത് ഒരു ലെവൽ മാറ്റി നിൽക്കാൻ, ടോപ്പ് ലെവലാണെങ്കിലും മിഡിൽ ലെവൽ ലോവർ ലെവൽ എല്ലാ ലെവൽസിലും മാനേജർ ടാലൻറ്റ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെയാണ് മാനേജ് ചെയ്യാനുള്ള മാനേജീരിയലായിട്ട് എന്തൊക്കെ ടാലൻസ് ഉണ്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കരിയർ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ടു ഇംപ്രൂവ് എംപ്ലോയി മൊറൈൽ ആൻഡ് മോട്ടിവേഷൻ. അതായത് എംപ്ലോയീസിന് എന്താണ് മോട്ടിവേഷൻ ഉണ്ടാവും, അവർക്കൊരു പ്രചോദനം, അതുപോലെ അവർക്കൊരു മനോവീര്യം, അവർക്ക് എന്താണ് ഒരു മൊറൈൽ ഉണ്ടാവുകയാണ്, അവർക്ക് എന്തൊക്കെ ധാർമ്മികത ഉണ്ടാവുകയാണ്. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കരിയർ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യും. അവർക്ക് കരിയർ പ്ലാൻ ചെയ്യാറ് നമുക്കൊരു മോട്ടിവേഷൻ തന്നെയാണ്, നമ്മുടെ കരിയർ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. നെക്സ്റ്റ് വൺ ടു പ്രൊവൈഡ് ഗൈഡൻസ് ആൻഡ് എൻകറേജ് എംപ്ലോയീസ് ടു ഫുൾഫിൽ ദെയർ പൊട്ടൻഷ്യൽസ്. അതായത് എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യാനും അതുപോലെ അവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടും അവരുടെ എന്തൊക്കെ ആഗ്രഹങ്ങളുള്ള വെച്ചാൽ അതൊക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഗൈഡൻസും എൻകറേജും പ്രൊവൈഡ് ചെയ്യുന്നതാണ് കരിയർ പ്ലാനിങ് വഴി. നെക്സ്റ്റ് വൺ ടു അച്ചീവ് ഹയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ്. നമുക്കൊരു ഓർഗനൈസേഷനെ നമ്മളെ സംബന്ധിച്ചും അതുപോലെ ഓർഗനൈസേഷനിൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, ഒരു നല്ലതായിട്ടുള്ള നമ്മുടെ സ്കില്ലും നമ്മുടെ ആപ്റ്റിറ്റ്യൂഡൊക്കെ ഈ ജോബിന് താല്പര്യമുള്ള അല്ലെങ്കിൽ അത്രത്തോളം ആപ്റ്റിറ്റ്യൂഡ് സ്കില്ല് നമ്മുടെ ജോബുമായിട്ട് യോജിച്ച് പോവുകയാണെങ്കിൽ ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റും നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കരിയർ പ്ലാനിങ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് പ്രോസസ് ഓഫ് കരിയർ പ്ലാനിങ്. അതായത് കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രോസസ്സ് ഫോളോ ചെയ്യണം, ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെ പോയാലാണ് നമ്മുടെ കരിയർ പ്ലാന് പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഫസ്റ്റ് പ്രോസസ് ഐഡൻറ്റിഫൈ ഇൻഡിവിജ്വൽ നീഡ്സ് ആൻഡ് എക്സ്പിറേഷൻസ്. സെക്കൻഡ് അനലൈസിങ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. തേർഡ് വൺ ഈസ് ഐഡൻറ്റിഫൈ മാച്ച് ആൻഡ് മിസ്മാച്ച്. ഫോർത്ത് ഫോർമുലേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് സ്ട്രാറ്റജീസ്. ആൻഡ് ലാസ്റ്റ് പ്രോസസ് റിവ്യൂവിങ് കരിയർ പാത്ത്സ്. ഈ 5 പ്രോസസ്സാണ് കരിയർ പ്ലാനിങ്ങിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കരിയർ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഐഡൻറ്റിഫൈങ് ഇൻഡിവിജ്വൽ നീഡ്സ് ആൻഡ് എസ്പിറേഷൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ ദി നീഡ്സ് ആൻഡ് aspirations of employees are identified in order to identify and communicate career goals, aspirations and career anchors of every employee.
അതായത് നമ്മളൊരു കരിയർ പ്ലാൻ ചെയ്യുക, നമ്മുടെ കരിയറിനെ കുറിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക. അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കണം, എന്തനുസരിച്ചിട്ടാണ് നമ്മൾ കരിയർ പ്ലാൻ ചെയ്യുക. ഒരാളത് പറഞ്ഞു തന്നു വിചാരിച്ച് നമ്മുടെ കരിയർ ആ ഒരു വഴിയിലൂടെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ പാരൻസ് നമ്മളോട് പറയുകയാണ് നീ ഒരു പോലീസായാൽ മതി എന്ന് പറയുകയാണ്. പക്ഷെ നമുക്ക് അതിനോട് തീരെ താല്പര്യമില്ലെങ്കിൽ നമ്മളെന്താവില്ല, അതാവാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കരിയർ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമുക്ക് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ നീഡ്സ് എന്തൊക്കെയാണ്, അവർക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങളുള്ളത്, അവർക്ക് എങ്ങനെയാണ് അവർ കരിയർ മുന്നോട്ട് പോകും, അതുപോലെ അവരുടെ ആസ്പിറേഷൻസ് എന്തൊക്കെയാണ്, അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്തൊക്കെയാണ് ഇൻഡിവിജ്വൽസ് നീഡ്സ് ഉള്ളത്, അതുപോലെ ആസ്പിറേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കരിയർ ഗോൾസ് അതിനുമായി കമ്പയർ ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കരിയർ ഗോൾസ്, ആസ്പിറേഷൻസ് ആൻഡ് കരിയർ ആങ്കേഴ്സ് ഓഫ് എവറി എംപ്ലോയി. അതായത് ഓരോ എംപ്ലോയീസിന് എന്ത് ചെയ്യണം, കരിയർ ഗോൾസും അതുപോലെ കരിയർ ആസ്പിറേഷൻസൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മൾ കണ്ടെത്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓരോ എംപ്ലോയീസിൻ്റെയും കരിയർ ഗോൾസും ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കരിയർ പ്ലാനിങ് പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റും. For this purpose, a human resource inventory is prepared. Human resource inventory will reveal the age, qualification, experience and aptitude of employees. Appraisal of employee. ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, അതായത് കരിയർ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ആദ്യം ഇൻഡിവിജ്വൽ നീഡ്സും ആസ്പിറേഷൻസും മനസ്സിലാക്കണം. ആ മനസ്സിലാക്കിയതിന് ശേഷം അത് നമ്മുടെ കരിയർ ഗോളുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ കരിയർ ഗോൾ എന്തൊക്കെയാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യണം. ഓരോ എംപ്ലോയീസിനും, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിൻ്റെയും കരിയർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അത് മാച്ച് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഹ്യൂമൻ റിസോഴ്സ് ഇൻവെൻറ്ററി പ്രിപ്പയർ ചെയ്യണം. ഹ്യൂമൻ റിസോഴ്സ് ഇൻവെൻറ്ററി എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഹ്യൂമൻ റിസോഴ്സിന് ആവശ്യമുണ്ട്, അതിൽ ഏജ് വേണം, ഏത് ഏജിലുള്ള ഹ്യൂമൻ റിസോഴ്സാണ്, അതുപോലെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ഓരോ എംപ്ലോയീസിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് എന്തൊക്കെയാണ് വേണ്ടത്, ആ കാര്യങ്ങളൊക്കെ എന്തിലുണ്ടായിരിക്കണം, ഹ്യൂമൻ റിസോഴ്സ് ഇൻവെൻറ്ററിയിൽ ഉണ്ടായിരിക്കണം. അപ്രൈസൽ ഓഫ് എംപ്ലോയീസ് ക്യാരിഡ് ഔട്ട്. അപ്പോൾ ഇങ്ങനെ ഹ്യൂമൻ റിസോഴ്സ് ഇൻവെൻറ്ററി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, എംപ്ലോയീസിനെ അപ്രൈസ് ചെയ്യുകയാണ്, അതായത് വാല്യൂ ചെയ്യുക, അവരെ പെർഫോമൻസ് വാല്യൂ ചെയ്യുക. അപ്പോൾ അങ്ങനെ അപ്രൈസൽ ചെയ്യുമ്പോൾ 3 കാറ്റഗറി ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ 3 കാറ്റഗറിയിൽ പെടും. ഫസ്റ്റ് എംപ്ലോയീസ് ഹു ആർ ഓൾറെഡി ഫിറ്റ് ആൻഡ് വില്ലിങ് ടു ടേക്ക് ഹയർ റെസ്പോൺസിബിലിറ്റി. ചില എംപ്ലോയീസ് എന്താണ്, അവർ ഹയർ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആൾക്കാരായിരിക്കും, അതുപോലെ അതിന് ഫിറ്റായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. പിന്നെ പറയുന്ന കുറച്ച് പേരെന്തായിരിക്കും, അതിന് താല്പര്യമുണ്ട് പക്ഷേ അവർക്ക് ഒന്നും കൂടി ട്രെയിനിങ്ങും എക്സ്പീരിയൻസും കൊടുക്കണം. പിന്നെ പറയുന്ന ആൾക്കാർ അവർക്ക് ഫുൾ കപ്പാസിറ്റി ഉണ്ട്, ഹയർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഫുൾ കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ അവർക്ക് എന്തുണ്ടായിരിക്കില്ല, ഇൻട്രസ്റ്റ് ഉണ്ടായില്ല, ലാക്ക് ദി ഇൻട്രസ്റ്റ് ഓർ ഡിസയർ, അവർക്ക് ഇതിനുള്ള താല്പര്യമുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ നീഡ്സും നമ്മുടെ ആഗ്രഹങ്ങളും താല്പര്യവും ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കൊരു കരിയർ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐഡൻറ്റിഫൈ ഇൻഡിവിജ്വൽ നീഡ്സ് ആൻഡ് ആസ്പിറേഷൻസ്. സെക്കൻഡ് വൺ ഈസ് അനലൈസിങ് കരിയർ ഓപ്പർച്യൂണിറ്റി. അത് നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽസും അതായത് എംപ്ലോയീസ് അവരുടെ കരിയർ പ്ലാനിങ്ങിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുക, നമ്മുടെ നീഡ്സ് എന്തൊക്കെയാണ്, അതുപോലെ നമ്മുടെ ആസ്പിറേഷൻസ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. രണ്ടാമത് ചെയ്യുന്നതാണ് അനലൈസിങ് കരിയർ ഓപ്പർച്യൂണിറ്റി. എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കരിയർ അവർക്ക് ഉണ്ട്. വൺസ് കരിയർ നീഡ്സ് ആൻഡ് ആസ്പിറേഷൻസ് ആർ ഓൾസോ നോൺ ആസ് ഓർഗനൈസേഷൻ organization have to provide career path for each position. അതായത് ഓരോ പൊസിഷനും എന്തുണ്ടായിരിക്കും, ഒരു കരിയർ പാത്ത് ഉണ്ടായിരിക്കും. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വേരിയസ് പൊസിഷൻസ് എ ജോബ് ഹോൾഡർ ക്യാൻ ഹോൾഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കരിയർ പാത്ത് എന്താണെന്ന്. ഒരു ജോബ് ഹോൾഡർ, അതായത് നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ ഏതൊക്കെ ജോലിയിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ ആ പാത്ത് ഏതൊക്കെ പൊസിഷൻസ് നമ്മൾ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്, ആ ഒരു കരിയർ പാത്ത് എന്തുണ്ടായിരിക്കും നമ്മൾ അനലൈസ് ചെയ്യണം. കരിയർ ഓപ്പർച്യൂണിറ്റീസ് അനലൈസ് ചെയ്യാണ്.
അതായത് നമ്മളിപ്പോൾ നമ്മുടെ നീഡ്സിനും ആസ്പിറേഷൻസിനും എന്തൊക്കെയാണ്, അതിന് പുറത്ത് എന്തൊക്കെ നമുക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അത് അനലൈസ് ചെയ്യണം. അതിന് എന്തൊക്കെ നമ്മുടെ കരിയർ പാത്ത് എന്താണെന്ന് അനലൈസ് ചെയ്യണം. ചിലപ്പോൾ നമ്മുടെ കരിയർ പാത്ത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മൾ വിചാരിക്കുന്ന കരിയർ നമുക്ക് ഓർഗനൈസേഷനിൽ അവൈലബിൾ ആവില്ല, അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ടാവില്ല. ഓർഗനൈസേഷൻ റിക്വയർമെൻറ്റ്സ് മാറിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ എംപ്ലോയീസിൻ്റെ നീഡ്സ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടും എന്തുണ്ടായിരിക്കാം, നമ്മുടെ പൊസിഷൻസ് കരിയർ പാത്ത് ചേഞ്ചസ് ഉണ്ടാകാം. പിന്നെ പറയുന്നതാണ് ഇറ്റ് ഈസ് ഓൾസോ നെസസറി ടു അനലൈസ് കരിയർ ഡിമാൻഡ്സ് ഇൻ ടേംസ് ഓഫ് നോളജ്, സ്കിൽസ്, ആപ്റ്റിറ്റ്യൂഡ് എക്സെട്ര. പിന്നെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ തീരുമാനിക്കുന്നത്, അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കില്ലും അതുപോലെ നമുക്ക് എത്രത്തോളം നോളജ് ഉണ്ട്, നമുക്ക് എത്രത്തോളം നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എന്തൊക്കെയാണ്, അതിനൊക്കെ അനുസരിച്ചിട്ടാണ് കരിയർ ഡിമാൻഡ്സ് തീരുമാനിക്കുക. നെക്സ്റ്റ് പറയുന്നതാണ് നമ്മുടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ യങ്ങസ്റ്റ് ഉണ്ടായിരിക്കാം, അതായത് യങ് ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ വയസ്സായിട്ടുള്ള ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവരെന്താണ് ഡയറക്റ്റായിട്ട് റിക്രൂട്ട് ചെയ്യും, അതുപോലെ പ്രായമുള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഏജ് ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. അതിനെയാണ് ഏജ് ബാലൻസ് ഇൻ കരിയർ പാത്ത്സ് എന്ന് പറഞ്ഞാൽ. അതായത് കരിയർ പാത്ത് കൊണ്ടുപോകുമ്പോൾ, ആ ഒരു ഫ്ലോ കൊണ്ടുപോകുമ്പോൾ അവരെ മാറ്റാൻ പറ്റില്ല, അതായത് വേർതിരിച്ച് നിർത്താൻ പറ്റില്ല. ഒരുപോലെ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം, അവരെ ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഏജ് ബാലൻസ് ഇൻ കരിയർ പാത്തിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് അനലൈസിങ് കരിയർ ഓപ്പർച്യൂണിറ്റീസിൽ വരുന്നത്. അതായത് നമ്മുടെ കരിയർ നീഡ്സും ആസ്പിറേഷൻസും മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ കരിയർ പാത്തും അല്ലെങ്കിൽ കരിയർ പൊസിഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ആ പൊസിഷനിൽ എത്രയാണ്, നമ്മൾ ഏതൊക്കെ വഴികളിലൂടെ പോകണം, എന്തൊക്കെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, അത് അനലൈസ് ചെയ്യുക. നമ്മുടെ നോളജ്, സ്കില്ല് എന്തൊക്കെയാണ്, നമുക്ക് എത്രത്തോളം ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് അനലൈസ് ചെയ്യുക. നെക്സ്റ്റ് പ്രോസസ്സാണ് ഐഡൻറ്റിഫൈ മാച്ച് ആൻഡ് മിസ്മാച്ച്. ഈ പ്രോസസ്സിൽ 2 സ്റ്റെപ്സാണ് ഉള്ളത്. ദ പ്രോസസ് കൺസിസ്റ്റ് ഓഫ് 2 സ്റ്റെപ്സ്. ഫസ്റ്റ്, ഓർഗനൈസേഷൻ ഷുഡ് ഐഡൻറ്റിഫൈ ദി പൊട്ടൻഷ്യൽ ഓഫ് ദി എംപ്ലോയി ആൻഡ് അണ്ടർടേക്ക് കരിയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ ഈ പ്രോസസ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നതാണ് ഐഡൻറ്റിഫൈ ദി പൊട്ടൻഷ്യൽ ഓഫ് ദി എംപ്ലോയീസിൻ്റെ പൊട്ടൻഷ്യൽ ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് എംപ്ലോയീസിന് എത്രത്തോളം കഴിവുകളുണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യുക. സെക്കൻഡ് വൺ, അണ്ടർടേക്ക് കരിയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, ആദ്യം എംപ്ലോയീസിന് എന്തൊക്കെ പൊട്ടൻഷ്യൽസ്, അവർക്ക് എത്രത്തോളം കഴിവുകളുണ്ടെന്ന് മനസ്സിലാക്കണം. അതിന് ശേഷം അവർക്ക് ആ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യണം. പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഈസ് ഗുഡ് ടൂൾ ടു അസസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ആൻ എംപ്ലോയി. അതായത് പെർഫോമൻസ് അപ്രൈസൽ അല്ലെങ്കിൽ പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ പറയുന്നത് നമ്മുടെ എംപ്ലോയീസിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അപ്പോൾ അവർക്ക് എംപ്ലോയീസിന് എന്തൊക്കെയാണ് ഈ ഒരു ജോലിയും കൊണ്ട്, നമ്മൾ ഈ ഓർഗനൈസേഷൻ നിലവിലുള്ള ജോലിയും കൊണ്ട്, എടുത്തിരിക്കുന്ന ജോലിയും കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ, അത് ബേർഡൻ ഉണ്ടോ, അപ്പോൾ ആ ബേർഡൻ ഉണ്ടെങ്കിൽ ആ ജോബ് കുറയ്ക്കണോ, അതോ കുറവുള്ള ആൾക്കാർക്ക് ഒന്നും കൂടി കൂട്ടിക്കൊടുക്കുക, അഡീഷണൽ ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കണോ, അതൊക്കെ മനസ്സിലാക്കുന്നത് മാച്ചും മിസ്മാച്ചും ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സിലൂടെയാണ്. ഇതിൽ എന്തൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക, ബേർഡൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. സ്യൂട്ടബിൾ ഡെവലപ്മെൻറ്റ് ടെക്നിക്സ് ലൈക്ക് സ്പെഷ്യൽ അസൈൻമെൻറ്റ്സ്, സൂപ്പർവൈസറി കോച്ചിങ്, ജോബ് എൻറിച്ച്മെൻറ്റ്, അണ്ടർസ്റ്റഡി, പൊസിഷൻ റൊട്ടേഷൻ എക്സെട്ര ക്യാൻ ബി അപ്ലൈഡ് ആഫ്റ്റർ അസസിങ് ദി പൊട്ടൻഷ്യൽ. അതായത് എംപ്ലോയീസിൻ്റെ ഇതൊക്കെ അസസ് ചെയ്തതിന് ശേഷം അവരുടെ സ്ട്രെങ്ത്ത് എന്തൊക്കെയാണ്, ഈ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നതിന് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതുപോലെ സ്ട്രെങ്ത്ത് അവർക്ക് എന്തൊക്കെയാണ് അതിൻ്റെ മെച്ചങ്ങൾ, ആ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് അഡീഷണൽ ട്രെയിനിങ്ങും കാര്യങ്ങളും ഡെവലപ്മെൻറ്റൊക്കെ കൊടുത്തു എന്നൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം മാച്ച് എന്തൊക്കെയാണ് മിസ്മാച്ച് എന്തൊക്കെയാണ് മനസ്സിലാക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫോർമുലേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റ് സ്ട്രാറ്റജീസ്. അപ്പോൾ എംപ്ലോയീസിൻ്റെ മാച്ചും മിസ്മാച്ചൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം, ഇപ്പോൾ തീരെ വർക്ക് ചെയ്യാത്ത എംപ്ലോയീസ് അല്ലെങ്കിൽ അവർക്ക് കഴിവുകളില്ലാത്ത എംപ്ലോയീസ്ക്ക് എന്താണ്, അവർക്ക് ഒന്നും കൂടി ഡെവലപ്മെൻറ്റും ട്രെയിനിങ്ങൊക്കെ കൊടുത്തിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോവുക. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർമുലേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റ് സ്ട്രാറ്റജീസ് നമ്മുടെ തന്ത്രങ്ങൾ എന്താണ് ഫോർമുലേറ്റ് ചെയ്യുക, അതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം.
Alternative strategies and plans for dealing with the mismatch are formulated and implemented. അതായത് മിസ്മാച്ച് ഉണ്ടായിട്ടില്ലേ, മാച്ചാണോ ചില എംപ്ലോയീസ് എന്തായിരിക്കും ആ ജോബ് പൊസിഷനായിട്ട് കറക്റ്റായിട്ട് മാച്ചായി പോകുന്നുണ്ടായിരിക്കും, ചിലവരാണ് എന്ത് മിസ്മാച്ചായിട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ മിസ്മാച്ച് കണ്ട് എത്തിയിട്ട് അവരെന്താണ് പുതിയ സ്ട്രാറ്റജീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യും, അതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യും വേണം. അതിൽ കുറച്ച് സ്ട്രാറ്റജീസാണ് പറഞ്ഞിട്ടുള്ളത്. ചേഞ്ചസ് ഇൻ career system by creating new career paths, by providing opportunities for lateral movements through job redesign. അതായത് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രാറ്റജി ആയിട്ട് കൊണ്ടുവരാം കരിയർ പാത്തിൻ്റെ സിസ്റ്റംസൊക്കെ എന്താണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, ന്യൂ കരിയർ പാത്ത് കൊണ്ടുവരിക, അതുപോലെ ഓപ്പർച്യൂണിറ്റീസൊക്കെ കൂടുതൽ കൊണ്ടുവരിക, ജോബ് റീഡിസൈൻ ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പുതിയ സ്ട്രാറ്റജീസൊക്കെ കൊണ്ടുവരാൻ പറ്റും. സെക്കൻഡ് പറയുന്നത് ചേഞ്ചിങ് എംപ്ലോയി നീഡ്സ് ആൻഡ് ആസ്പിറേഷൻ. അതായത് എംപ്ലോയീസിൻ്റെ നീഡ്സും ആസ്പിറേഷൻസ് അവരുടെ ആഗ്രഹങ്ങളൊക്കെ എന്താണ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ഒരു സ്ട്രാറ്റജി കൊണ്ടുവരികയാണെങ്കിൽ എന്താണ് നമുക്ക് നല്ലൊരു കരിയർ പ്ലാനിങ് ഉണ്ടാക്കിയെടുക്കാം. സീക്കിങ് ന്യൂ ബേസിസ് ഓഫ് ഇൻറ്റിഗ്രേഷൻ. അതായത് പുതിയ ഇൻറ്റിഗ്രേഷൻ നമ്മൾ കൂട്ടി യോജിപ്പിക്കാനുള്ള നമ്മുടെ പ്ലാൻസും അതുപോലെ നീഡ്സും ആസ്പിറേഷൻസൊക്കെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റും, അതിന് പുതിയ ബേസിസൊക്കെ കൊണ്ടുവരിക. നെക്സ്റ്റ് പറയുന്നതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്യൂട്ടബിൾ പീപ്പിൾ. അതായത് ഓരോരുത്തർക്കും എന്ത് കൊടുക്കുകയാണ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റും കൊടുക്കുക. ഇങ്ങനെയൊക്കെ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം കരിയർ പ്ലാനിങ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ് റിവ്യൂവിങ് കരിയർ പ്ലാൻസ്. നമ്മൾ എന്ത് ചെയ്യാണ് കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ടത് റിവ്യൂ ചെയ്യുക. എ പീരിയോഡിക് റിവ്യൂ ഓഫ് കരിയർ പ്ലാൻ ഈസ് അണ്ടർടേക്കൻ ടു ചെക്ക് വെദർ ദി പ്ലാൻസ് ആർ കോൺട്രിബ്യൂട്ടിംഗ് ടു ദി ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ബൈ മാച്ചിങ് എംപ്ലോയി ഒബ്ജക്റ്റീവ്സ് ടു ജോബ് നീഡ്സ്. അതായത് എംപ്ലോയിയുടെ ഒബ്ജക്റ്റീവും അതുപോലെ ജോബിൻ്റെ നീഡ്സുമായിട്ട് സാറ്റിസ്ഫൈ ചെയ്ത്, അതായത് മാച്ച് ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത് ഒരു പീരിയോഡിക്കായിട്ട് റിവ്യൂ നടത്തിക്കൊണ്ട് പോകുന്നതാണ്. അതായത് മാക്സിമം യൂട്ടിലൈസേഷൻ, ഹ്യൂമൻ റിസോഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ റിവ്യൂ ചെയ്ത് നോക്കുകയാണ്. റിവ്യൂ വിൽ ഓൾസോ ഇൻഡിക്കേറ്റ് ടു എംപ്ലോയീസ് ഇൻ വിച്ച് ഡയറക്ഷൻ ദ ഓർഗനൈസേഷൻ ഈസ് മൂവിങ്. അതായത് റിവ്യൂ എന്തും കൂടി പറയുന്നുണ്ട്, ഓർഗനൈസേഷൻ ദ എംപ്ലോയീസ് ഇൻ വിച്ച് ഡയറക്ഷൻ ദ ഓർഗനൈസേഷൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് നമ്മുടെ എംപ്ലോയീസും പോകുന്നുണ്ടോ, മൂവ് ചെയ്യുന്നുണ്ടോ, അതുപോലെ വാട്ട് ചേഞ്ചസ് ആർ ലൈക്ലി ടു ടേക്ക് പ്ലേസ്, എന്തൊക്കെ ചേഞ്ചസ് ഇനി മാറ്റം വരുത്തണം, ഈ എംപ്ലോയീസ് ചെയ്യുന്ന ജോബിൽ നിന്ന് എന്തൊക്കെ ചേഞ്ചസ് മാറ്റം വരുത്തണം, ഇതൊക്കെ റിവ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ് ഡ്യൂറിങ് ദി റിവ്യൂ പ്രോസസ്സ്. ഈ റിവ്യൂ പ്രോസസ്സ് ചെയ്യുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ റിവ്യൂ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദി എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് കറക്റ്റ്? അതായത് ഓരോ ഓർഗനൈസേഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള എംപ്ലോയീസിനെ എത്രത്തോളം എങ്ങനെയൊക്കെ തരംതിരിച്ചിട്ടുണ്ട്, ആ ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആണോ, എക്സിസ്റ്റിംഗ് എംപ്ലോയീസിൻ്റെ ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് ചോദിക്കാം. പിന്നെ ചോദിക്കുന്നതാണ് ആർ ദി ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രോപ്പറായിട്ടാണോ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ജോബ് ഡിസ്ക്രിപ്ഷൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഈസ് ദർ എനി എംപ്ലോയി അൺസ്യൂട്ടഡ് ടു ദിസ് ജോബ്? അതായത് ഏതെങ്കിലും ഒരു എംപ്ലോയി ഈ ജോബുമായിട്ട് സ്യൂട്ട് ചെയ്ത് പോവാത്തതുണ്ടോ, അൺസ്യൂട്ടഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നെ ആർ ദി ഫ്യൂച്ചർ മാൻ പവർ പ്രൊജക്റ്റ് സ്റ്റിൽ വാലിഡ്? അതായത് ഭാവിയിലെ മാൻ പവറിൽ നിന്ന് പ്രതീക്ഷിക്കടുത്ത് ഇപ്പോഴും നടക്കുന്നുണ്ടോ, ഭാവിയിൽ എത്രത്തോളം മാൻ പവറിൽ പ്രതീക്ഷിക്കുന്നുണ്ട്, അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ഇപ്പോഴും നടക്കുന്നുണ്ടോ. ഈസ് ദ ടീം പുള്ളിങ് ഓൺ വെൽ ആസ് എ വോൾ? അതായത് ടീം മൊത്തത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുണ്ടോ. ആർ ദ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് അഡീക്വലി ഡിസൈൻഡ്? അതായത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നല്ല രീതിയിലാണോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യണം. ഇതിനനുസരിച്ചുള്ളതിനൊരു ഉത്തരമായിട്ടായിരിക്കണം നമ്മളെന്ത് കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ റിവ്യൂ നടത്തേണ്ടത്. അപ്പോൾ ഇത്രയാണ് പ്രോസസ്സ്. ഈ പ്രോസസ്സിലൂടെ കടന്നാലാണ് എന്ത് കരിയർ പ്ലാനിങ് ചെയ്യുന്നത്. അപ്പോൾ കരിയർ പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് അതുപോലെ പ്രോസസ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു.